ഹായ് ഹലോ. ഇന്ന് ഞാൻ കുറച്ച് പേരുടെ ഡൗട്ടിനുള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണേ. ഇന്ന് ലൈവിനിടയ്ക്ക് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു അവരുടെ പഴയ ഷോർട്സൊക്കെ മ്യൂട്ടായി പോകുന്നു, സൗണ്ട് മ്യൂട്ടായി പോകുന്നു, അതെന്തുകൊണ്ടാണെന്ന് അറിയണില്ല എന്നൊക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണെന്നുള്ളതിനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണേ. മറ്റൊരാളുടെ സോഴ്സിൽ നിന്നും, അതായത് മറ്റൊരാൾ ചെയ്ത ഒരു കണ്ടൻറ്റിൽ നിന്നും നമ്മൾ ഓഡിയോ എടുക്കുന്ന സമയത്ത് അവർക്കത് ഒന്നില്ലെങ്കിൽ അവരത് ഡിലീറ്റ് ചെയ്ത് കളയുകയോ അതല്ലെങ്കിൽ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്ത് കളയുകയോ വരുന്നൊരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഈ ഓഡിയോ മ്യൂട്ടായി പോകുന്നത്. അതായത് ഏത് കണ്ടൻറ്റിൽ നിന്നാണോ നമ്മൾ ഈ ഒരു വോയിസ് യൂസ് ചെയ്തത് ആ വോയിസ് ഡിലീറ്റായി പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വീഡിയോസിലുള്ള ഓഡിയോയും ഡിലീറ്റായി പോകും. ഡിലീറ്റായി പോകുന്നത് മാത്രമല്ല, അത് അൺലിസ്റ്റഡ് ആയിട്ട് യൂട്യൂബ് വെക്കുകയും ചെയ്യും. അൺലിസ്റ്റഡ് വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് പബ്ലിക്കിന് കാണാൻ പറ്റില്ല. അത് ഒരു എന്താ പറയുക, യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യില്ല. അൺലിസ്റ്റഡ് വെക്കുക എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പിന്നീട് അത് പ്രൊമോട്ട് ചെയ്യില്ല, അത് ആർക്കും കാണാൻ സാധിക്കില്ല. ഓട്ടോമാറ്റിക്കലി കുറേ കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അഥവാ ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലും നമുക്കതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മറ്റൊരു ആളുടെ കണ്ടൻറ്റിൽ നിന്ന് നിങ്ങൾ വോയിസ് എടുക്കാതിരിക്കുക. അഥവാ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് വ്യൂസുള്ള, അതല്ലെങ്കിൽ ചാനലൊക്കെ നല്ല റീച്ചായി നിൽക്കുന്ന, അതല്ലെങ്കിൽ ഒറിജിനലായിട്ടുള്ള വോയിസുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം എടുക്കുക. നമ്മളിപ്പോൾ ഒരു ഷോർട്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ റീമിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ റീമിക്സ് ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് യൂസ് ദിസ് സൗണ്ട്, അതിൽ കൊളാബ്, ഗ്രീൻ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നുള്ള യൂസ് ദിസ് സൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുമല്ല, ഇനിയിപ്പോൾ ഒരു ബിഗിനറോ അതല്ലെങ്കിൽ ഒരു ചെറിയ ചാനലോ ആണെങ്കിൽ പരമാവധി നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം അവർക്ക് ചിലപ്പോൾ ആ ഒരു ചാനൽ ചിലപ്പോൾ ഒരു ഡിലീറ്റ് ചെയ്ത് ചിലപ്പോൾ അത് വേണ്ടാന്ന് വെച്ചേക്കാം. അതിൽ യൂട്യൂബ് തന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം, റിമൂവ് ചെയ്ത് മാറ്റിയേക്കാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെടുത്ത ഓഡിയോ മ്യൂട്ടായി പോകും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ പരമാവധി നമ്മൾ ചെയ്യുമ്പോൾ ഓൺ കണ്ടൻറ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എനിവേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസ് മ്യൂട്ടായി പോകുക, അൺലിസ്റ്റഡായി പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സങ്കടം അത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ചെയ്യണ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും കുറച്ച് റീച്ചായ ചാനലുകളിൽ നിന്നുള്ള കണ്ടൻറ്റുകൾ അങ്ങനെ റിമൂവായി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ ഒരു സോങ് എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തരുന്ന ഓപ്ഷനിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അവിടെ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന സോങ്ങുകൾക്ക് ഒരിക്കലും അത് മ്യൂട്ട് ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവരുടെയും ചാനലും എത്രയും പെട്ടെന്ന് നല്ലൊരു വളർച്ചയിലേക്ക് വരട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ബിഗിനേഴ്സായ പലർക്കും, എന്നെപ്പോലെ ഞാനും ഒരു ബിഗിനർ തന്നെയാണ്, അപ്പോൾ എന്നെപ്പോലെ ബിഗിനറായിട്ടുള്ള പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പലർക്കും പല കാര്യങ്ങളും അറിയില്ല. അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഞാൻ അറിഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരണം തോന്നി. എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മറ്റൊന്നും കൂടി പറഞ്ഞു തരാം. ഷോർട്സിൽ എവിടെ നിന്നാണ് നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഷോർട്സായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. പ്ലസ് ഐക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഷോർട്സ്, വീഡിയോസ്, ലൈവ് എന്നൊക്കെ. ഷോർട്സ് സെലക്ട് ചെയ്ത് സൈഡിൽ കാണുന്ന ബോക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗ്യാലറി പോവും. അവിടുന്ന് വീഡിയോ സെലക്ട് ചെയ്യാം. നമുക്ക് മേലെയായിട്ട് ആഡ് മ്യൂസിക് എന്ന് കാണാൻ പറ്റും. അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഇൻ്റർഫേസാണ് ആദ്യം വരാം. ഇതിനകത്ത് നമുക്ക് ഈ കാണുന്ന 3 പാട്ടുകളായിട്ട് കാണുന്നുണ്ടോ ഈ ബോക്സിന് താഴെ. അപ്പോൾ അതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ യൂട്യൂബ് തരുന്ന ഒഫീഷ്യൽ പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പേടിക്കാതെ ഇതൊക്കെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് കോപ്പിറൈറ്റോ അല്ലെങ്കിൽ മ്യൂട്ട് ആക്കപ്പെടുകയോ അല്ലെങ്കിൽ അൺലിസ്റ്റ് ആക്കപ്പെടുകയോ ചെയ്യില്ല. അപ്പോൾ അത് എവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഏത് പാട്ടാണ് ഇടണ്ടേ, അല്ലെങ്കിൽ നേരെ അവിടെ പോയാൽ അവിടെ ഉള്ള പാട്ടുകളിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതല്ല നമ്മുടെ മനസ്സിലൊരു സോങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ സെർച്ച് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൾ ഒഫീഷ്യൽ മ്യൂസിക്, ഒറിജിനൽ മ്യൂസിക് എന്ന് കാണാം. ഈ ഒഫീഷ്യൽ മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്യാം.
അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് ആരാണ് പാടിയെന്നുള്ളവരുടെ ഒറിജിനലായിട്ട് പാടിയ ആൾക്കാരുടെ പേരുകൾ താഴെ കാണാം. അത് നമ്മൾ ആ പാട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പാട്ട് ആ പാടിയ ആൾക്കാരുടെ പേരുള്ള ആ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചേർക്കാൻ. അതാകുമ്പോൾ നമുക്ക് പേടിക്കാനില്ല, നമുക്ക് കോപ്പിറൈറ്റോ മ്യൂട്ടാവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾക്ക് എവിടെ നിന്നാണ് ഈ സൗണ്ട് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചില ആൾക്കാർക്ക് അറിയില്ല. അത് നമ്മൾ നേരെ യൂട്യൂബിൽ കയറി ഏതെങ്കിലും ഒരു ഷോട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ പാട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിലായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാം, അവിടെ അമർത്തി കഴിഞ്ഞാൽ യൂസ് ദിസ് സൗണ്ട്, കൊളാബ്, ഗ്രീൻ സ്ക്രീൻ എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ യൂസ് ദിസ് സ്ക്രീന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സോങ് നമ്മുടെ വീഡിയോയ്ക്ക് ഇടാനായിട്ട് സാധിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കൊളാബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലെ തന്നെ ഒരു ഷോട്ട് സെലക്ട് ചെയ്ത് ഏത് ഷോട്ടിലാണോ നിങ്ങൾ കൊളാബ് ചെയ്യാൻ ആഗ്രഹിക്കണേ ഇതേപോലെ പ്ലസ് ഐക്കണിൽ ഞെക്കി അവിടെ വരുന്ന ഓപ്ഷനിൽ നിന്ന് കൊളാബ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. എന്തായാലും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. എനിക്കറിയാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.